കർത്താവിനെ കൂട്ടുപിടിച്ചത് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുന്നത് ചെറിയ കാര്യമല്ല. ഈ ലോകത്തിന് സകലതും വർജിച്ചെങ്കിൽ മാത്രമേ ആത്മാവിനെ കൂട്ടുപിടിക്കാറുള്ളൂ. ആത്മാവാണ് നമ്മളെ നടത്തുന്നത്. പൗലോസ് പറയാണ്, ആത്മാവിൽ ആരംഭിച്ച ശുശ്രൂഷ ആരംഭിച്ച പൗലോസ് ഒടുക്കം പറയാണ്, ആത്മാവിനാൽ ഞാൻ ബന്ധിതനായി യെരൂശലേമിലേക്ക് പോവുകയാണ്. അപ്പൊ എന്നെ കൊണ്ടുപോകുന്നത് ആരാ? എന്നെ പരിശുദ്ധാത്മാവാണ് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ വെളിപ്പാടുള്ള പൗലോസിന് നന്നായിട്ട് അറിയാം, ഞാൻ ഈ പോക്കത്തില്ല, ഇനി ഈ പോകുന്ന വഴി കണ്ടവരെയൊന്നും ഇനി തിരിച്ചു വന്ന് കാണാൻ ഇനി ഒക്കത്തില്ല. തനിക്ക് നേരിടാൻ പൗലോസ് പറയുന്നു, യെരൂശലേമിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. തന്നെ പുരോഹിതന്മാർ പിടിക്കും, അവയെ ബലങ്ങിടും, തടവിലാക്കും, വിസ്തരിക്കാൻ കൊണ്ടുപോകും, തന്നെ കൊല്ലപ്പെടും. ഇതെല്ലാം വെളിപ്പാട് പൗലോസ് നന്നായിട്ടറിയാം. എന്റെ ചിന്താഗതി പലപ്പോഴും ആ അവസ്ഥകളൊക്കെ കൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞില്ലയോ, ചില സമയം കടന്നുകൊണ്ടെന്ന കർത്താവ് അടുത്ത ദിവസം താൻ നേരിടാൻ പോകുന്ന, താൻ വലിച്ചു പിടിക്കാൻ പോകുന്ന ആ പാപത്തിന്റെ മട്ടുള്ള ആ കയ്പ് ചാറ് ആത്മാവിൽ കണ്ടിട്ട് കർത്താവ് വഴി പിതാവെ കഴിയുമെങ്കിലും അത് നീങ്ങി തനിക്ക് വേണ്ട എന്നല്ല കർത്താവ് പറഞ്ഞത്. തന്റെ എന്ത് ചെയ്യുന്നു, അത് നീങ്ങിപ്പോകണം എന്ന് പറയുന്നത് ആ സമയം വേഗത്തിൽ എന്ത് ചെയ്യണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ ചിന്താഗതി എനിക്ക് ഇനി ചെയ്യുന്നില്ല. സകലത്ത് അപ്പീൽ കൊടുത്ത് രാഷ്ട്രപതി പോലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, ഒടുവിൽ എന്ത് ചെയ്യാം, ഈ മനുഷ്യനെ ഒരുപക്ഷെ വെറുതെ വിടാൻ അധികാരമുണ്ട്. സുപ്രീം കോടതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ വിടുവിക്കാം. പക്ഷെ രാഷ്ട്രപതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, ഇനി യാതൊരു എങ്ങും തീരുന്നില്ല, ഒരു ചാൻസുമില്ല. പിന്നെ അവന് എന്തേ ഉള്ളൂ, മരണം മാത്രം. അപ്പൊ അങ്ങനെ വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്തുവാ, തനിക്ക് രക്ഷയില്ല, ഇല്ല, തന്റെ ആഗ്രഹം എത്രയും വേഗം ശിക്ഷ ചെയ്യണം. കാരണം അത് ഓർക്കും, ആ സമയം ഓർക്കുന്തോറും എന്ത് ചെയ്യും, ആ നിയമത്തെ താൻ ഓർക്കുന്തോറും തന്റെ ഉള്ളിൽ മരണവേദനയാണ്. അതാ യേശു യഥസമയം ഉപയോഗിച്ചത്. അല്ലാതെ കഷ്ടാനുഭവം മാറിപ്പോട്ടെ എന്നില്ല. പിതാവ് എത്രയും വേഗം ചെയ്യണം, ആ കഷ്ടാനുഭവങ്ങൾ വന്ന് ഞാൻ അതിലൂടെ കയറി കഴിഞ്ഞ് പോകട്ടെ. ആ സമയം ചെയ്യണം, ആ ദുർസമയം, ആ കഷ്ടാനുഭവങ്ങളെ കയ്പ് കുടിച്ചിരുന്ന ആ കാളൂരിലെ കഷ്ടാനുഭവങ്ങൾ വേഗത്തിൽ എന്തിയണം, വന്ന് കഴിഞ്ഞു പോകട്ടെ. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആമേൻ. മനസ്സിലാക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് വേണ്ടി നാം ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവ് നമ്മളെ കൊണ്ടുപോകും. പൗലോസ് വെളിപ്പാട് പൗലോസ് ആമേൻ തന്റെ മനസ്സിലും ഓർക്കുമ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നെങ്കിൽ പൗലോസ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും. സ്തോത്രം. പൗലോസിന് ഉള്ളുകൊണ്ട് ഒരു നടുക്കമുണ്ടെങ്കിലും ഇപ്പോൾ പിടിച്ചോടുന്നത് ആരാ? പരിശുദ്ധാത്മാവിൽ ബന്ധിതനായി താൻ യെരൂശലേമിൽ. ഇനി ആത്മാവിന്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞാലും നമുക്ക് ആത്മാവിന്റെ കൂടെ നടന്നാൽ ആത്മാവിന് ഇഷ്ടമായി നിറവേറത്തുള്ളൂ. നമ്മുടെ ഇഷ്ടം ഒന്നും നിറവേറത്തില്ല. അതിപ്പോ കഷ്ടതയിലൂടെ ആയിരിക്കും, ചിലവർ രക്തസാക്ഷി ആയിരിക്കും. ആത്മാവിനെ പിടികൊടുത്താൽ ആത്മാവ് വിടത്തില്ല. ആത്മാവ് നമ്മളെ കൊണ്ടെങ്കിൽ പോകും. ഇന്നലെ പകലിൽ എന്റെ ജ്യേഷ്ഠനായിരുന്നു ഇവിടെ ശുശ്രൂഷിച്ചത്. അദ്ദേഹമാണ് എനിക്ക് മുമ്പൊക്കെ വിശ്വാസത്തിൽ എത്തിയത്. വന്നപ്പോഴൊക്കെ എൻ്റെ പിതാവ് ഭയങ്കര പ്രശ്നമുണ്ടായി. അദ്ദേഹത്തെ ജനിച്ചപ്പോൾ തന്നെ ആസ്മ രോഗിയായിട്ടാണ് ജനിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു നിമിഷം ചെയ്യുന്നില്ല. ജനിച്ചു വന്നപ്പോൾ തന്നെ ആസ്മ രോഗിയായിട്ട് മാറി. ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ദഹിക്കത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നു ഇങ്ങനെ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴിങ്ങനെ വായിലൊക്കെ കൈ പിടിച്ചെന്ത് ചെയ്യുന്നു. കൊച്ചു പ്രായത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2 വയസ്സ് മുമ്പ് അമേൻ കഥയിലൊക്കെ ജ്യേഷ്ഠനെ പിടിച്ച് തൂക്കിക്കിടന്ന് ശ്വാസം കിട്ടാൻ വേണ്ടി വരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ പോകാത്ത സ്ഥലങ്ങളില്ല. അമേൻ. ഒരുപാട് 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 സ്ഥലങ്ങൾ, എത്രയോ വൈദ്യന്മാർ, എത്രയോ ഹോസ്പിറ്റലുകൾ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉടനെ സാറ് വിളിക്കും. അമേൻ. ഒറിജിനൽ പേര് ജോൺസൺ, കുഞ്ഞുമോന, ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞുമോൻ. നിങ്ങളൊന്ന് കുഞ്ഞുമോനെ വിളിച്ചറിയും. അമേൻ. ഞങ്ങളെ ആ വീട്ടിലെ പേര്. അമേൻ. അമേൻ. സ്കൂളിലെ ടീച്ചർമാരെ വിളിക്കുന്നത് ആരെങ്കിലും വരണം, കുഞ്ഞുമോനെ എന്ത് ചെയ്യാം, അവിടെ എന്തോ വിഷയം അറിയാമോ. അമേൻ. ഇത് ശ്വാസം തീരുന്നില്ല, ശ്വാസം കിട്ടാത്തതുകൊണ്ട് ഭക്ഷണം കഴിപ്പം തീരുന്നില്ല. ഇല്ല, താൻ ഉണങ്ങി ചെറുപ്രായത്തിൽ ഒക്കെ ഒരു 10 വയസ്സുള്ളപ്പോൾ വെറും അസ്ഥികോലമായി. അവസാനം രക്ഷപ്പെട്ട ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞ് കാണിന് ഭക്ഷിക്കുന്നൊന്നും തിന്നില്ല.
ദഹിക്കത്തില്ല. ഭക്ഷിക്കുന്ന ചോറ് കഴിച്ചാലും എന്ത് കഴിച്ചാൽ അതുപോലെ ആദ്യം കാരണം ദഹനമില്ല, ശ്വാസം കിട്ടുന്നില്ല, ആസ്മ രോഗിയായി ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു. ഒടുക്കം വീടുകളിൽ നിന്ന് പല പല സ്ഥലങ്ങളിൽ പോയി. എൻ്റെ അമ്മ കുടുംബങ്ങളൊക്കെ ഈ കോട്ടയത്താണ് പണ്ട് വലിയ വലിയ വീടുകൾ, മണക്കാട് പള്ളിക്കാരാണ് അവർ. മണക്കാട് പള്ളി എന്ത് ചെയ്യുന്നു, പല നേർച്ചകളൊക്കെ എന്ത് ചെയ്യുന്നു ചേർന്ന് കൊണ്ടുപോയി വ്യവസ്ഥകൾ അവിടെ കൊണ്ട് ഇരുത്തുമായി. പക്ഷേ സൗഖ്യമായില്ല. അവസാനം ആരാട് പറഞ്ഞു വെള്ളാങ്കണ്ണി പുള്ളി പോയി കുരിശ് വെച്ചാൽ എന്തിയാ, അന്നൊന്നും വിശ്വാസത്തിൽ എന്തിയില്ല, ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെ കൊണ്ടുപോയി ആ അന്ധവിശ്വാസത്താൽ കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വസ്തുക്കളും വകകളും എല്ലാം തീരും വിറ്റു. നെൽപ്പാടങ്ങളുണ്ടായിരുന്നു, വസ്തുക്കൾ ഇഷ്ടമുള്ള എല്ലാം എന്തിനൊന്നും. പക്ഷെ ഒരു സൗഖ്യമില്ല. സ്തോത്രം. അങ്ങനെ വീട്ടുകാരിലൊക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നു, കാരണം ഈ രോഗിയായിരിക്കുന്ന വ്യക്തിയെ എങ്ങനെ ചുമ്മിക്കൊണ്ട് നടക്കുന്നുള്ള മടുത്തുപോയ സാഹചര്യങ്ങൾ അടുത്തുള്ള ഒരു അസംബന്ധ സഭയിലെ ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലെത്തിയത് വന്നു. ആമേൻ, സ്തോത്രം. അന്ന് വന്നപ്പോൾ എൻ്റെ ഏച്ചൻ ഇതേ അവസ്ഥയിൽ കിടക്കുക, വിടിവിക്കാൻ ആരും എത്തിയില്ല. ഇല്ല, എനിക്ക് മാധവദാസ പറഞ്ഞു, ആമേൻ, കുഞ്ഞുമോൻ എന്ത് ചെയ്യാൻ ഒരു ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലുണ്ട്, വാ എന്ന് പറഞ്ഞു. അങ്ങനെ കടന്നുപോയത്. സ്തോത്രം. കടന്നുപോയി. അന്ന് കർത്താവ് എന്ത് ചെയ്തു, അത്ഭുതമായി സൗഖ്യം കൊടുത്തു. സ്തോത്രം. അന്ന് ദൈവപൂർണ്ണ വിടുതൽ എന്ത് ചെയ്ത്, മാത്രമല്ല താനും മിക്കൻ കൂടെയായിരുന്നു. സംസാരിച്ചാലെത്തിയത് അവൻ ഒരു വാക്ക് പറയണമെങ്കിൽ വാ തുറന്ന് ഒരല്പസമയം ഇരുന്നെങ്കിൽ ഒരു വാക്ക് പുറത്തു വരുന്നു. ആ രണ്ട് കെട്ടിനെയും അന്നത്തെ കൂട്ടായ്മ ദൈവാത്മാവ്. സ്തോത്രം. അന്ന് വർഷങ്ങളായി നമ്മൾ വായിക്കുന്ന ജന്മനാൽ അമ്മയുടെ ഉദരത്തിൽ മുടന്തനായ മനുഷ്യനെ അവൻ ദൈവം തൊട്ട് സൗഖ്യമാക്കിയത്. ഏത് ഉദരത്തിൽ വെച്ച് കെട്ടിനെയും ദൈവം ഓടിച്ചിട്ട് അഴിക്കുന്നവനാണ്. ദൈവങ്ങളെ വിശ്വസിക്കുന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞങ്ങളിതൊന്നും അംഗീകരിച്ചില്ല. നിങ്ങളുടെ വാത്സല്യ പിതാവിന്റെ കുടുംബം ഒരു സമുദായ സംഘടനയിൽ തുടങ്ങിയ പള്ളിയൊക്കെ തുടങ്ങിയ ഒരു കുടുംബമായതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചില്ല. പാസ്റ്റർമാരും വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ വാത്സല്യ പിതാവ് ആ പാസ്റ്ററെ തള്ളി എന്ത് ചെയ്യുന്നു, കുറച്ച് സൗഖ്യമൊക്കെ കർത്താവ് തന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല. ഇല്ല, ഒറ്റപ്പെടുത്തിയ കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ കർത്താവ് പിന്നീട് എന്ത് ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരും വിളിച്ചു പ്രേരിച്ച് കർത്താവിന്റെ മഹത്വമായ ശുശ്രൂഷയിലെത്തി. ഈ സ്വന്തം ദേശത്ത് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ സ്വന്തം ജനിച്ച സ്ഥലത്താണ് എൻ്റെ ദേശ ശുശ്രൂഷ പിടിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ വെല്ലുവിളിണ്ടായിരുന്നു. പക്ഷെ വെല്ലുവിളി വെച്ചുകൊണ്ടല്ല, 1000 താഴെ വെച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. വലിയൊരു കൂട്ടം ദൈവജനം അവിടെ ദൈവത്തെ എന്ത് ചെയ്യുന്നു, ആരാധന. ദൈവമക്കളെ, ദൈവം തൊട്ട എത്ര ഉദരത്തിലെ കെട്ടിനെ ദൈവം അഴിക്കാൻ കഴിയുന്നതാണ്. ശരീരത്തിൽ ഉദരത്തിൽ വെച്ച് കർത്താവിനോടും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് തൊടും. നമ്മളൊക്കെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമയം വരെ അനുവദിച്ച ദൈവം കൊടുക്കും. പക്ഷെ ദൈവിക ഉദ്ദേശം നിറവേറുന്ന സമയം വരുമ്പോൾ ദൈവം ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം, ദൈവം ഇടപെടുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന കത്തദാസ് അജയ് പാസ്റ്റർ, അതുപോലെ തപീഷാൻ, ദൈവമക്കൾ, അതുപോലെ നമ്മുടെ ഒരു ശിരസ്സുകൊണ്ട് നമ്മുടെ ഒരു കുട്ടി ആന്റി ബീഹാറിലൊക്കെ കർത്താവിന്റെ വലിയ വളരെ പ്രയോജനപ്പെടുന്നു. പ്രവർത്തനങ്ങളിൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് വന്ന എല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ. മരണത്തിന്റെ വേർപാടിൽ ആയിരുന്ന കുടുംബങ്ങളൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. പ്രാരംഭത്തിൽ ഒരു 10-15 മിനിറ്റ് കർത്താവ് ദാസൻ നമ്മുടെ ആരൊക്കെ വരുന്നത് കർത്താദാസൻ സംസാരിക്കും. പ്രാർത്ഥന നമുക്ക് ആയിരിക്കും. നമ്മൾ അനുകരിക്കും. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൽ കൂടെയുള്ള വാസം. ചിന്താതീതം അതു സന്തോഷമാ പുതു ജീവിതം. സന്താപമേറുമീ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൽ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, സന്തോഷമാം പുതു ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ശനിയാഴ്ച പകൽ ദൈവസന്നിധിയിൽ കുടുംബമായി ഞങ്ങൾക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന ഈ 2024 വർഷം
സെപ്റ്റംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച ദൈവസഭയുടെ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ പകൽ ദൈവമക്കളോടും ദൈവദാസന്മാരോടും ചേർന്ന് കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ദൈവസഭയിലായിരിക്കുന്ന, ദൈവസഭയെ നയിക്കുവാൻ ഒരുക്കമുള്ള ജനത്തെ ദൈവത്തിനു വേണ്ടി ഒരുക്കുവാൻ കർത്താവ് നൽകിയ ശുശ്രൂഷയിൽ അത് കർത്താവ് ദാസൻ മാത്യു പാസ്റ്ററും അതുപോലെ ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ, സൃഷ്ടിപ്പാൻ ഷോലി ആൻറ്റിയും കർത്താവ് ബലപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം, അവരുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന രാജാനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മാത്യു പാസ്റ്ററിനായി സ്തോത്രം, തമ്മി പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് കുടുംബം അനുഗ്രഹിക്കട്ടെ. ഇന്നിയോളം നമ്മൾ ഉള്ളങ്കയിൽ കർത്താവ് വഹിച്ചു. ഈ 9-ാം മാസം 28-ാം തീയതി കർത്താവ് കാണുമാറാക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകർ ഈ ലോകം വിട്ടുപോയപ്പോൾ മറ്റനേകർ ICUകളും അതേസമയം ഹല്ലേലൂയ ഭക്ഷണമില്ലാതെയും വായുവില്ലാതെയും ഭാരപ്പെടുമ്പോൾ കർത്താവ് നമ്മോട് കാണിച്ച കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ഉള്ളംകൈ കർത്താവ് ഞങ്ങളെ വഹിച്ച വൻകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മരുഭൂമി യാത്രയിൽ ജീവനും ഭക്തിയും വേണ്ടതെല്ലാം ദാനമായി നൽകിയ കൃപയ്ക്കായി സ്തോത്രം. യഹോവ റാഫിയായി, യഹോവ ഷാലോമായി, യഹോവ നിസിയായി, യഹോവ ഈരയൊക്കെ കർത്താവ് ഓരോ സമയങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന കൃപയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസൻ കുടുംബത്തെ അതാവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന അതാവേസ് ഓരോ ദൈവമക്കളും കുടുംബങ്ങൾക്കായി, ദേവദാസന്മാർ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൂരദേശങ്ങളുള്ളവർക്കായി സ്തോത്രം, അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിലെ ഉപവാസ പ്രാർത്ഥന 2ാമത്തെ പകൽ ദൈവത്തിന് അല്പസമയം ആയിരിക്കാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾക്ക് മാത്രമല്ല ദൂരദേശങ്ങളുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ ദേശം വിടുവിക്കപ്പെടുവാൻ കർത്താവ് കരുണ കാണിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തിക്കായി സ്തോത്രം, പ്രാർത്ഥനയായി സ്തോത്രം. സകല ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കഴിഞ്ഞ ഇന്നലെ പകലും വൈകിട്ടുമായിട്ട് ദൈവത്തിന് ആത്മാവ് ദൈവസഭയോട് സംസാരിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനോട് ചേർന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് ചേർന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ എനിക്ക് നൽകിയ ഒരു വാക്യം വായിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 38-ാം വാക്യം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 38-ാം വാക്യം. സർവശക്തനായ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഇരിപ്പാനും ഞാൻ എന്ത് ചെയ്തു? നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നു, വിടുവിച്ച് കൊണ്ടുവന്നു. അതേ ഫറോന്റെ അതേ സ്തോത്രം ഹല്ലേലൂയ കയ്യിൽ നിന്ന് അവൻ്റെ ഇരുമ്പ് ചൂളയുടെ അനുഭവത്തിനാരെ വിടുവിച്ചു, കണ്ണുനീരിന്റെ അനുഭവത്തിനാരെ വിടുവിച്ചു, രോഗാവസ്ഥയുടെ അനുഭവത്തിനാരെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഹല്ലേലൂയ കോപത്തിന് ദൈവം അവരെ വിടുവിച്ചു. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങൾക്ക് ഒന്ന് തരുവാൻ. വെറുതെ വിളിച്ചല്ല, അവർ തരാൻ വേണ്ടിയാ. സ്തോത്രം. പക്ഷെ തരുന്ന കൂട്ടത്തിനൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരുവാനും അല്ല, തരുന്ന കാര്യം തരുന്നതോട് കൂടെ തന്നെ കാര്യമുണ്ട്. നിങ്ങൾക്ക് ദൈവമായി ഇരിപ്പാൻ ഈ 66 പുസ്തകം തന്നു. 66 പുസ്തകത്തിൽ പകുതി മുക്കാൽ ഭാഗം പ്രമാണമാണ്. മുക്കാൽ ഭാഗം പ്രമാണം, ഭാഗമുള്ള വാഗ്ദത്തം. ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തരും, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 6 ലക്ഷം യോദ്ധാക്കൾ പുറപ്പെട്ടു. 2 പേർ, 2 സഹോദരന്മാർ മാത്രമേ അക്കരെ എത്തിയുള്ളൂ. സ്തോത്രം. കർത്താവ് ഇന്നും ദൈവാത്മാവ് അത് ഓർപ്പിക്കുന്ന കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് അധ്വാനമൊന്നും ഇല്ല, നിങ്ങൾ പണിയാത്ത വീടുകൾ തരും, നിങ്ങൾ കുഴിക്കാത്ത കിണർ. പക്ഷെ എന്താ ഈ ദേശം? ജാതികളുടെ ദേശമാണ്. അതുകൊണ്ട് ഒരാഴ്ച ഇവിടെ വീട് പണിതാലും അപ്പുറത്ത് വീട് പണിതാലും, ദാൻ മുതൽ ബേർശബയുടെ എവിടെ വീട് പണിതാലും, കേരളത്തിൽ പണിതാലും ഡൽഹിയിൽ പണിതാലും പിശാചുണ്ട്, അവൻ്റെ പ്രവൃത്തിയുണ്ട്. ഈ അമ്പലമല്ല, ആ അമ്പലമല്ല, ഏത് അമ്പലമായാലും അമ്പലത്തിന് അടുക്ക് അല്ല അതിന് മേളിൽ വീട് വെച്ചാലും നമുക്ക് പ്രശ്നമില്ല. സ്തോത്രം. നീ ഇരിക്കുന്ന ഇടം എവിടെന്ന് ഞാൻ അറിയുന്നു, അത് പിശാചിൻ്റെ സിംഹാസന. വെളിപ്പാട് ദിവസം പറയുന്നു. പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിന്ന് വിട്ടോടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഓടേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം കൂടെയാണ് ഉള്ളത്. സർവശക്തനായ ദൈവം, ആകാശം ഭൂമിയും സമുദ്രം അതിനുള്ള സകലത്തെയും നിർമ്മിച്ച ദൈവം എന്നോട് കൂടെ ഉണ്ട്.
ഞാൻ വളരെ സന്തോഷിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അതേ സ്വതം ചില സഹോദരിമാർ പ്രാർത്ഥിച്ച ആന്റിമാർ പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഒന്നുകൂടെ വാക്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ദൈവത്തിനാത്മം നൽകിയ വാക്യം കൂടി ആയിരുന്നു. മാത്രമല്ല പാസ്റ്ററും പറഞ്ഞ ആത്മാവ് നയിക്കുന്ന ഒരു ജീവിതം, ആത്മനിയോഗം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒന്ന് രണ്ട് സഭയിൽ ചെന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ചായ ഇടുമ്പോൾ കാപ്പി ഇടുമ്പോൾ ആത്മനിയോഗം വേണമെന്ന്. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിക്കുന്ന സ്തോത്രം. അല്ല, ചായയും കാപ്പി അവരിടുന്ന കാര്യമല്ല, സ്തോത്രം. അവർ ആത്മീയ നിയോഗത്തിലാണ്. ചായ ഇട്ടാലും കാപ്പി ഇട്ടാലും ഒരു ആത്മനിയോഗം വേണം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടാലും അത് മധുരമായി തോന്നും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത്രയും വിശ്വാസം പോരല്ലേ? സ്തോത്രം. വേണം, ആ ഒരു വിശ്വാസം വേണം, ആ ഒരു നിയോഗം വേണം ഓരോ കാര്യം ചെയ്യുമ്പോൾ. എൻ്റെ അമ്മ, എൻ്റെ ഭാര്യയോട് ഇരിപ്പുണ്ട്. സ്തോത്രം. നിങ്ങളെല്ലാം ചെയ്യുന്നവർ എന്നുള്ള ചേർത്ത് പറയുന്നുള്ളൂ. അവരെ വെളുപ്പിനെ അതേ 4 മണിക്കോ 4:30 എണീറ്റ് അതേ പ്രാർത്ഥന കഴിഞ്ഞ് അതേ കിച്ചണിലേക്ക് കയറുമ്പോൾ സ്തോത്രം ചെയ്ത് അതേ പ്രാർത്ഥിച്ചിട്ടാണ് ആദ്യത്തെ വെള്ളം ചായക്കുള്ള തിളപ്പിച്ച് വെക്കുന്നത്. ചാടി കയറി എണീറ്റ് പോയി വെള്ളം വെക്കുകയല്ല. സ്തോത്രം. ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ഇവിടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതെ, എന്നിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളതിനേക്കാളും ബലവാനാകുന്നു. വിശ്വാസം വേണം, വിശ്വാസം വേണം എന്നിൽ. പ്രൈസ് ദി ലോർഡ്. അവിടെ ജാതീയ ശക്തികളെ പല തവണയായിട്ട് വർഷങ്ങളായിട്ട് അവർ തുടച്ചു മാറ്റി. പക്ഷേ ജാതീയ ചിന്താഗതി ഇസ്രായേൽ മക്കളിൽ മാറിയില്ല. അത് ഇന്നും നടക്കുന്നു. നമുക്കും പ്രശ്നം എന്താണ്? നമുക്ക് ആലയം പൊളിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം അമ്പലം പൊളിക്കാം, അവർ മുസ്ലിങ്ങൾ പള്ളി പൊളിക്കാം. പക്ഷെ ചിന്താഗതിയാണ് പിശാച് ഭരിക്കുന്നത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതേ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്വന്തം ചിന്താഗതിയോട് ആ സങ്കല്പത്തോട് എതിരായില്ല. എന്ത് സങ്കല്പം വന്നാലും അതിനെ പിടിച്ചടക്കുന്ന ഒരു അനുഭവം. അത് എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധിക്കുള്ളൂ. അത് പ്രാർത്ഥന വേണം, ഉപവാസം വേണം. പൗലോസ് പറയുന്നു 1 തെസ്സലോനിക്കർ അതേ 5-ാം അധ്യായത്തിന്റെ 24-25 വാക്യം പറയാണ്, കർത്താവ് വിശ്വസൻ, അവൻ അത് നിവർത്തിക്കും. കർത്താവ് വിശ്വസൻ, അവൻ അത് നിവർത്തിക്കും. ഏത്? നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുന്ന കാര്യം, നിങ്ങളെ കനാനിലേക്ക് എത്തിക്കുന്ന കാര്യം. പക്ഷെ കനാനിൽ എത്തിക്കഴിഞ്ഞാലോ ഈ ജാതീയ ശക്തികളുണ്ട്, അവരുടെ ചിന്താഗതി ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇന്ന് കുഞ്ഞുങ്ങളിലോട് പറയട്ടെ. സ്തോത്രം. ഇവരൊക്കെ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന എന്താണ്? നിരീശ്വരവാദം. ഇവരോട് ചോദ്യം കൂട്ടുകാർ ചോദിക്കും, നീ വിശ്വാസിയായിട്ട്, നീ പെന്തക്കോസ്തായിട്ട് നിങ്ങൾക്ക് രോഗമുണ്ടല്ലോ, നിന്റെ വീട്ടിൽ രോഗമുണ്ടല്ലോ, എന്താ മാറാത്തത്? സ്തോത്രം. നിങ്ങളാന്ന് ഇല്ലെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിഷയം അതാ സംഭവിക്കുന്നത്. ബുദ്ധമതത്തിൻ്റെ ചിന്താഗതികൾ. കാരണം ബുദ്ധമതം സൈലൻ്റാണ്, ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. നമ്മളെ പോലെ ഒച്ചപ്പാടും ബഹളം ഒന്നുമില്ല. സ്തോത്രം. അന്യഭാഷയുടെ ചോദ്യം ഇഷ്ടംപോലെ ഇവർക്കുണ്ട്. എല്ലാവരും ഇപ്പം മിണ്ടാതിരിക്കും. സ്തോത്രം. പക്ഷെ ആ ഹൃദയത്തിൽ ആ ചോദ്യമുണ്ട്. ദൈവാത്മാവിന് വ്യക്തമായി അത് പറഞ്ഞിട്ടായ സ്തോത്രം. ഹല്ലേലൂയ. അതിനാണ് പറയുന്നത് വ്യക്തമായി. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ഭരിക്കുന്ന ചിന്താഗതികൾ, ചോദ്യങ്ങൾ മുമ്പാകെ അവർക്ക് ഉത്തരമില്ലാത്ത അനുഭവം. എവിടെ പക്ഷേ സ്തോത്രം. അത് 115 സംഗീതം പറയാണ്, ഞങ്ങളുടെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് വീണ്ടും പറയാണ്, അതേ ഫിലിപ്പിയർ 1:4 പറയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികപ്പാൻ അവൻ ശക്തനാകുന്നു. അവനെ കരം കുറുകി പോയിട്ടില്ല, അവന് ചെവി മന്ദമായി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ വിളിക്കുവാൻ, എന്നോട് അപേക്ഷിപ്പാൻ, എൻ്റെ സന്നിധിയിൽ ഒന്ന് കരയുവാൻ, എൻ്റെ സന്നിധിയിൽ ഒന്ന് ആത്മാവിൽ ആരാധിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. അതേ കനാല് വണ്ടി ഉണ്ടാവും, കനാല് വീടുണ്ട്, ബാക്കി പല കാര്യമുണ്ട്. പക്ഷേ അതെല്ലാം ലഭിച്ച് കിട്ടുമ്പോൾ അത് ദൈവസ്ഥാനത്ത് വിട്ടുപോകുന്ന അനുഭവം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ആ പാരമ്പര്യമാണ് നമ്മൾ പൊട്ടിക്കേണ്ടത്. സ്തോത്രം. നമ്മളെ വശീകരിക്കുന്ന അനുഭവങ്ങൾ സാരമില്ല. പിതാക്കന്മാർ ഒരു കാലത്ത് വീടും കൂടും എല്ലാം വിട്ട് അതേ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്കെതിരായി അതേ ചാണകം എറിയുന്ന അനുഭവം കേട്ടിട്ടുണ്ടല്ലോ. അനുഭവിച്ചവർക്കായ സ്തോത്രം. ഞാനും കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പാകെ ഹല്ലേലൂയ ഇന്ന് അതേ മാർബിളിട്ട വീടുകളാണ് അവർ തലമുറ അനുഭവിക്കുന്നത്. അവർ കഷ്ടം അനുഭവിച്ചു, വില കൊടുത്തും വില കൊടുക്കാതെ ആർക്കും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ദൈവം പറയാണ്. ഞാൻ നിങ്ങളെ എത്തിക്കും, പോയി. പക്ഷെ രണ്ടുപേർ എത്തിയുള്ളൂ. ഈ മരുഭൂമി യാത്രയിൽ അതേ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനമായി നൽകുന്ന കർത്താവിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ആരാധന മധ്യേ ഇതിനോട് ചേർന്ന് ഓർപ്പിച്ച ഒരു കാര്യം, ആദ്യമായി വിവാഹം കഴിച്ച സമയത്ത് സ്തോത്രം, എല്ലാവരും വലിയ ആൾക്കാരെല്ലാം വിവാഹം കഴിച്ചതാണല്ലോ. എനിക്കും 21 വർഷം മുമ്പേ ഞാനും വിവാഹം കഴിച്ച ദിവസം സ്തോത്രം ഹല്ലേലൂയ, ആ പെൺകൊച്ചിലുള്ള ആ ചിന്ത, ഭർത്താവിന് വീട്ടിൽ പോകും, ഭർത്താവിനെ കാണാൻ വേണ്ടി അവൾക്ക് താല്പര്യം. അവിടെ വീട്ടിൽ 1 കോടിയുടെ വീടാണോ 2 കോടിയുടെ കാറാണോ അവൾക്ക് വിഷയമാണോ? അമ്മച്ചിമാർ ചിലർ ഇല്ലയെന്ന് പറഞ്ഞുള്ളൂ, പോട്ടെ സ്തോത്രം. അല്ല, എൻ്റെ ജോലിയാണ് അവളുടെ വിഷയം. അല്ല, എന്നെ കാണുവാൻ, എന്നെ അനുഭവിപ്പാനാണ് അവൾ എന്നെ കല്യാണം കഴിക്കുന്നത്. അത് പണ്ടത്തെ കാലം. ഇപ്പോഴത്തെ കാലം മാറിപ്പോയി, അത് വേറെ വിഷയം സ്തോത്രം. ഇതേ കാര്യമാണ് കാന്തനെ കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. അവനെ മാത്രം മരിച്ചുപോയ എൻ്റെ മമ്മിയോ എൻ്റെ ഡാഡിയോ കാണാൻ വേണ്ടിയല്ല ഞാൻ അവിടെ പോകുന്നത്, എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. പിന്നെ അറിയാണ് എൻ്റെ കർത്താവിനെ, എൻ്റെ ദൈവത്തെ, എൻ്റെ രക്ഷകനെ, എൻ്റെ കാന്തനെ, എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ യേശു ക്രിസ്തുവിനെ. സ്തോത്രം. എനിക്ക് വേണ്ടി അതേ സ്വതം നിന്ന സഹിച്ചവൻ, എനിക്ക് വേണ്ടി തുപ്പലേറ്റവൻ. ചരിത്രം പറയുന്നത് 200 പടയാളിയാണ് തുപ്പിയത്. 200 പോയിട്ട് ഒരാളെ തുപ്പിക്കാൻ ഞാൻ ചിലപ്പോൾ തിരിച്ചടിക്കും. എൻ്റെ പാസ്റ്റർ ആണെങ്കിലും 10-30 വർഷമായി വിശ്വാസ ജീവിതമാണെങ്കിലും ഒരാളിനോട് എൻ്റെ മുഖത്ത് തുപ്പിയാൽ ഞാൻ ചിലപ്പോൾ കൈ ഒങ്ങും. പക്ഷേ യേശു 200 പടയാളിയുടെ തുപ്പളേറ്റു. കൂടാതെ അടി, സ്തോത്രം, 234 അടിയാണ്. 234 ഒന്നിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരു വര വരച്ചു, രണ്ടാമത് വീണ്ടും അടിക്കുമ്പോൾ വീണ്ടും വരയാണ്. അത് കുഴിഞ്ഞ് 234 മക്കളെ, 234 അതിൽ നിന്ന് ചോര വാർന്നു. സ്തോത്രം. ആ കർത്താവ് ചോദിക്കുകയാണ്, എന്നെ കാണാൻ വേണ്ടിയാണോ അങ്ങോട്ട് വരുന്നത്, അതോ മരിച്ചു പോകാൻ നിങ്ങളുടെ പപ്പയും മമ്മിയോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ചേർക്കാൻ വേണ്ടി. വെളിപ്പാട് ദിവസം 3:21 പറയാണ്, അതെ, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ജയിച്ചതുപോലെ ഇരുത്തുന്നു. അവിടെ ഇവിടെയല്ല, അവനോട് കൂടെ ഇരുത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു വാക്യം കൂടി വായിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരിക്കാൻ ആഗ്രഹിക്കണം. അത് കുഞ്ഞുങ്ങളെല്ലാവരും വാക്യം എടുക്കണം. 2 തിമോത്തിയോസ് 1:7 കാണാപ്പാടുള്ള വാക്യമാണ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും അത് എടുത്ത് നിങ്ങൾ കുഞ്ഞുങ്ങൾ മാത്രം, മക്കൾ മാത്രം 2 തിമോത്തിയോസ് 1:7 വാക്യം മാത്രം വായിച്ച്. അതന്നെ ഇരുവായിട്ട് വായിക്കണ്ട, ധൈര്യമായിട്ട് വായിച്ചോ. അയ്യോ സഹോദരിമാർ, മോളാണോ? കല്യാണം കഴിച്ചതല്ല ആണോ? കല്യാണം കഴിച്ചാണോ? അല്ലാത്തവർ കഴിച്ചാൽ മതി. എനിക്ക് മോളാണ്, എനിക്ക് മോളാണ്, പക്ഷെ വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ. വായിച്ചോ. ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും. ഇനി ചേട്ടന്മാരൊന്ന് വായിച്ച് ബലം നോക്കട്ടെ. രാവിലെ കഴിച്ചിട്ടല്ലേ വന്നത്, ഉപവാസ പ്രാർത്ഥന ആണെങ്കിൽ കഴിച്ചിട്ടാണ് വന്നത്. സ്തോത്രം. വായിച്ചോ. 2 തിമോത്തിയോസ്, എവിടെയാണെന്ന് അറിയില്ലേ. 2 തിമോത്തിയോസ് 1:7. എൻ്റെ സമയം പോകുന്നത് പാസ്റ്റർ തോണ്ടു തന്നെ. 2 തിമോത്തിയോസ് 1:7. ആരുമില്ല മക്കളെ. ഭീരത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധന ആത്മാവിനെയാണ് തന്നത്. ഇനി കൈപൊക്കിക്കാൻ വലിയ ആൾക്കാർ, കുഞ്ഞുങ്ങൾ കൈപൊക്ക്. എന്നിട്ട് ആ വാക്യം എല്ലാവരും ഒന്നിച്ച് വായിച്ചെന്ന്. ഭീരത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും കൈപൊക്ക്. സൺഡേ സ്കൂളിൽ ആരും പഠിപ്പിക്കുന്ന ആരായിട്ട് സൺഡേ സ്കൂൾ ടീച്ചർ കാണട്ടെ, പിന്നെ കാണാം. കൈപൊക്ക്, ധൈര്യമായി പൊക്ക്. പൊക്കി കുഴപ്പമില്ല. വായിച്ചോ. അല്ല, പിന്നെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും. ഈ ആത്മാവിനെ പ്രാപിച്ച് വേണം ഈ നാളുകൾ ജീവിപ്പാൻ. പീച്ചി മാസ്റ്റർ എന്നറിയപ്പെടുന്നത് ഇവിടെ ഇഷ്ടം പോലെ വന്ന് പ്രസംഗിച്ച് പോയ അപ്പച്ചൻ ജീവനോട് 91 വയസ്സ് ആയിട്ട് പീച്ചിയിലുണ്ട്. സ്വന്തം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് പറയാറുണ്ട് വിശേഷങ്ങളൊക്കെ. ഹല്ലേലൂയ. അപ്പച്ചൻ പോയ സഭകളൊക്കെ ഞാനും പോകുന്നുണ്ട്. വളരെ സന്തോഷം. സ്തോത്രം. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. 8 മാസം മുമ്പേ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ അപ്പച്ചനൊക്കെ ആണെങ്കിൽ വടി വെച്ച് അടിക്കും. അവരുടെ സ്വഭാവം അറിയാവുന്നവർക്കായ സ്തോത്രം. അപ്പച്ചൻ വടി വെച്ച് അടിക്കും. ഇങ്ങനെ ഈ രീതിയിൽ സ്വന്തം കഞ്ഞി കുടിച്ച പോലെ വായിച്ചാൽ സ്തോത്രം.
അവർക്ക് വില കൊടുത്തവരാ. സ്വത്രം. ഇന്നും കാലിന് മുള്ളുണ്ട്, മുള്ളു കൊണ്ടിട്ട് 35 വർഷമായി ഒരു ഡോളോ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കാതെ 35 വർഷമായിട്ട് ആ മനുഷ്യൻ കർത്തദാസൻ ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. 91 വയസ്സ്, 92. സ്വത്രം. ആ ആത്മശക്തി അത്ഭുതമാണ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സഹിക്കാനുള്ള കൃപ, കൂട്ടുകാരി ചോദ്യം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കാനല്ല, പിന്നെന്താണ്, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ടെന്ന് പറയുവാൻ. അത് ഭീരുവല്ല, പിന്നെയോ അത് ആത്മശക്തിയാകുന്നു. നിനക്ക് വേണ്ടി ആര് അത് എന്നെ കളിയാക്കുന്ന കൂട്ടുകാരിയെ, ടീച്ചറെ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ എനിക്ക് നിയോഗമുണ്ട് എന്ന് പറയുന്ന ആത്മശക്തി. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കനാനിൽ അദ്ദേഹം നൽകാൻ വേണ്ടിയാണ്. അതിനോട് കൂടെ ഞാൻ നിങ്ങളുടെ യഹോവയായ ദൈവമാകുന്നു എന്നും കൂടി അവന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് ഈ നാൾ കൂടുതലായി ദൈവസഭയെ നമ്മളെ സഹായിക്കുന്ന സമയം നൽകിയ ദേവദാസനോടും സഭയോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ ശക്തിയോടെ ആത്മാനൈവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ. ആത്മാനൈവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക